വിശദമായ വാർത്തകൾ നോക്കാം. നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമമാർഗം രാജ്യത്ത് എത്തിച്ചേക്കും. എയർ ഇന്ത്യ, ഇൻഡിഗോ കമ്പനികളോട് പ്രത്യേക സർവീസ് നടത്താൻ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം നിർദ്ദേശിച്ചു. നേപ്പാളിൽ താൽക്കാലിക സർക്കാരും ഉടൻ ചുമതലയെടുത്തേക്കും. എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, നേപ്പാളിൽ പ്രക്ഷോഭം അങ്ങനെ കലാപകലുഷിതമായി വർദ്ധിക്കുന്നതിനിടെയാണ് അവിടെ കുടുങ്ങിപ്പോയ ഭാരതീയരെക്കുറിച്ചുള്ള ആശങ്ക ഉയർന്നത്. ഇന്ന് വ്യോമമാർഗം അവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനായുള്ള പ്രത്യേക സർവീസ് നടത്താൻ തന്നെയാണോ കേന്ദ്ര സർക്കാർ തീരുമാനം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? നേപ്പാളിൽ ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായി വരികയാണ്. ഇടക്കാല സർക്കാർ രൂപീകരിക്കുവാൻ വേണ്ടി ഇന്നലെ സൈന്യവും അതേപോലെ തന്നെ ഈ പ്രക്ഷോഭകരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട്. ചില പേരുകൾ അവിടെ ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഒരു പേരിലേക്ക് എത്തുകയായിരുന്നു. സുശീല കാർക്കി എന്ന പേരിലേക്ക് എത്തുകയായിരുന്നു. മറ്റ് ചില പേരുകൾ നിർദ്ദേശിച്ചപ്പോഴും ആ പേരിനുടമകൾ അവർ സുശീല കാർക്കിയുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. സുശീല കാർക്കിയെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൻ്റെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസാണ്. കർക്കശക്കാരിയാണ്. നിയമത്തിൽ അണുവിട വിട്ട് ചലിക്കാത്ത വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സേന സുശീല കാർക്കിക്ക് തന്നെയായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ഒടുവിൽ സുശീല കാർക്കി എന്ന ഒറ്റ പേരിലേക്ക് ഈ ഒരു തീരുമാനം എത്തുകയായിരുന്നു. ഇന്നിപ്പോൾ സുശീല കാർക്കി നേപ്പാളിൻ്റെ ചീഫ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഇന്നിപ്പോൾ ചുമതലയെടുക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ആദ്യഘട്ടത്തിൽ ചില മിനിമം പരിപാടികളിൽ ഊന്നിയായിരിക്കും ഈ ഇടക്കാല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെന്നും വ്യക്തമായിട്ടുണ്ട്. പ്രാഥമിക പരിഗണന വീണ്ടും നേപ്പാളിൽ നിയമവാഴ്ച തിരികെ കൊണ്ടുവരുവാൻ എന്നുള്ളതായിരിക്കും. ഇതിലെല്ലാം ഉപരി തന്നെ ഇപ്പോൾ നിലവിൽ ഈ പട്ടാള ഭരണത്തിലുള്ള നേപ്പാൾ അത് കുറച്ചു കാലം കൂടി ഈ സുരക്ഷാ ചുമതലയടക്കമുള്ളവ കാര്യങ്ങൾ അത് സൈന്യത്തിന് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അതായത് വീണ്ടും ഒരുപക്ഷെ അവിടെ കലാപഭൂമിയാകുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സുരക്ഷാ ചുമതല തൽക്കാലം സൈന്യത്തിൻ്റെ പക്കൽ നിന്നും മാറ്റേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഒരു ചർച്ചയിലടക്കം ഉരുത്തിരിഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്ററായി സുശീല കാർക്കി ചുമതല ഏറ്റെടുക്കുമെങ്കിൽ തന്നെയും പ്രധാന കാര്യങ്ങളൊക്കെ തന്നെ നിർവഹിക്കുക സൈന്യം തന്നെയായിരിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ വിമാനത്താവളം തുറന്ന സാഹചര്യത്തിൽ അവിടെ നിന്നും, അതായത് നേപ്പാളിൽ കുടുങ്ങിയ ഏതാണ്ട് 700-ലധികം ഭാരതീയരുണ്ട്. അവർ വിനോദസഞ്ചാരത്തിന് വേണ്ടിയാണ് നേപ്പാളിൽ പോയത്. ആ 700-ലധികം ഈ ഭാരതീയരെ തിരികെ രാജ്യത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഇൻഡിഗോ, എയർ ഇന്ത്യ കമ്പനികളുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയിൽ വ്യോമയാന മന്ത്രാലയം മുന്നോട്ട് വെച്ച ആശയം ഈ നേപ്പാളിൽ നിന്നും മടങ്ങിയെത്തുന്ന പാസഞ്ചേഴ്സിൻ്റെ നിന്നും യാത്രക്കാരിൽ നിന്നും അമിത കൂലി ഈടാക്കരുത് എന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇരു കമ്പനികൾക്കും നൽകിക്കഴിഞ്ഞു. ഈ വിമാനത്താവളം തുറന്ന സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രത്യേക ഓപ്പറേഷനുകൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ അതിർത്തി മേഖലകളിൽ ഭാരതത്തിൻ്റെ അതിർത്തി മേഖലകളിൽ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നേപ്പാളിലെ ജയിലിൽ നിന്നും ആയിരക്കണക്കിന് തടവുകാരാണ് പുറത്തേക്ക് എത്തിയത്. ഈ തടവുകാർ പലരും ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം 5 പേരെയാണ് ഈ ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ നിന്നും സശസ്ത്ര സീമാ ബൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കൂടുതൽ പേർ സമാനമായ രീതിയിൽ ഭാരതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിർത്തി മേഖലയിൽ ഉടനീളം തന്നെ ഈ സശസ്ത്ര സീമാബലിൻ്റെയും അതേപോലെ തന്നെ വിവിധ പോലീസ് സേനയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു ബന്ദോബസ്ത് നടപടികൾ നടത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. ദേശീയപാതയിലടക്കം ഇതിനോടകം തന്നെ പട്രോളിംഗ് സജീവമാക്കിയിരിക്കുകയാണ്. അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലടക്കം പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, അതായത് നേപ്പാളിലെ ഇത്തരമൊരു സംഘർഷഭരിതമായ പശ്ചാത്തലത്തിൽ അവിടെ നിന്നും ഈ തടവുകാർ മാത്രമല്ല കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ഒരുപക്ഷെ ഭാരതത്തിലേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. രോഹിണി. ശരി നന്ദൻ. നേപ്പാളിൽ കുടുങ്ങിയ ഭാരതീയരെ ഇന്ന് വ്യോമമാർഗം രാജ്യത്ത് എത്തിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ നേപ്പാളിൽ താൽക്കാലിക സർക്കാരും ഉടൻ ചുമതലയെടുത്തേക്കും. എസ് നന്ദഗോപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.